ഇന്ന് നമുക്ക് കേരള 10th മാത്സിൻ്റെ സിലബസിൽ സർക്കിൾ ആൻഡ് ആംഗിളിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ദ പിക്ചർ the bisectors of the angles of the quadrilateral ABCD ഈ quadrilateral bisectors of the angles of the quadrilateral ABCD intersect at PQRS ഈ പോയിന്റുകളിൽ ഇന്റർസെക്റ്റ് ചെയ്യുക. PQRS ഈ ബൈസെക്ടേഴ്സ്, അത് ഓരോ കോണത്തിനെ രണ്ടായിട്ട് പിരിക്കുന്ന വരകൾ, ലൈൻസ്, ഇത് ഇവിടെ ബൈസെക്ട് ചെയ്ത് PQRS എന്ന പോയിന്റിൽ ബൈസെക്ട് ചെയ്യുന്നു. നമ്മൾ പ്രൂവ് ചെയ്യാൻ പറയുന്നത് ഇതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഈ 4 പോയിന്റ് ഉപയോഗിച്ച് നമുക്കൊരു വൃത്തം വരയ്ക്കാം എന്നതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അത് ABCD ഇതാണ് ക്വാഡ്രിലേറ്ററൽ. ഇതിനെ ഓരോ കോണത്തിൽ നമ്മൾ രണ്ടായിട്ട് ഭാഗിക്കുന്നു. ഇത് പാതി, ഇത് പാതി, അങ്ങനെ 4 കോണവും ബൈസെക്ട് ചെയ്യുക. ഈ ബൈസെക്ട് ചെയ്യുന്ന ഈ ലൈൻ ഒന്നിനൊന്ന് ജോയിൻ്റ് ആവുന്നു, 4 പോയിന്റിൽ ജോയിൻ്റ് ചെയ്യും. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഈ ക്വാഡ്രിലേറ്ററൽ ഒരു സൈക്ലിക് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, അത് PQRS ഈസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ ഒരു ക്വാഡ്രിലേറ്ററൽ സൈക്ലിക് എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്നാ ചെയ്യണം? അതിൻ്റെ 2 കോണങ്ങൾ, എതിരെതിർ കോണങ്ങൾ 180 ഡിഗ്രി ഉണ്ടെങ്കിൽ അത് സൈക്ലിക് ആയിരിക്കും. ഓക്കെ, ഇപ്പം നമുക്ക് ഈ കോണവും അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ കോണും, ദീസ് 2 ആംഗിൾസ്, ഈ 2 ആംഗിൾസും നമ്മൾ കൂട്ടുമ്പോൾ, അതായത് ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ക്യൂ ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് നമ്മൾ പ്രൂഫ് ചെയ്താൽ ഇതൊരു സൈക്ലിക് ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ ആദ്യം നമുക്ക് ഈ കോണം എടുക്കാം. ആംഗിൾ ASD എന്ന് പറയുന്ന കോണം എന്ന് പറയുന്നത്, ഇത് ഒരു ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളില് ഇതെന്നാ ചെയ്യുന്ന, ആംഗിൾ എയെ രണ്ടായിട്ട് ബൈസെക്ട് ചെയ്യും. അപ്പോൾ ഈ ഭാഗം A/2, ഈ ഭാഗവും A/2 നമുക്ക് എടുക്കാം. അപ്പോൾ